ഹലോ, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 500 ml എടുത്തിട്ടുണ്ട്. ഈ പാല് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. വനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പാലിവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ ടിന്നിൽ 1/4 ഭാഗം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും പകുതിയായിട്ട് എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈവിടാണ്ട് തന്നെ ഇളക്കി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് തിക്കായി വരുന്നവരെ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കസ്റ്റാർഡ് റെഡി ആയി കിട്ടും. ഇനി ഞാനിത് ചൂടാറാനായിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂട് നന്നായി പോയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ചൂട് പോയ ശേഷം അരമണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കസ്റ്റാർഡ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി, അതുപോലെ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി കുരു ഇല്ലാത്തതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അനാറ് ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി ഫ്രൂട്ട്സൊക്കെ 1/2 കപ്പ് അളവിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോബസ്റ്റ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ പഴം എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കസ്റ്റാർഡിൽ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 5-6 സ്ട്രോബെറി ഇതുപോലെ 4 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഐസ്ക്രീമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ ഐസ്ക്രീമൊന്നും ഇല്ലാണ്ട് തന്നെയാണ് സെർവ് ചെയ്യണത്. ഈ ഒരു അളവിൽ റെഡിയാക്കിയാൽ 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത്. ഇനി ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.